ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും ഹതഭാഗ്യരായ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നായിരിക്കും. കാരണം 2014 മുതൽ ISL ഫുട്ബോളിൽ ഉണ്ടെങ്കിലും നാളെ ഇതുവരെയായിട്ട് ഒരു ട്രോഫി പോലും സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. ആരാധകരുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ മറ്റെല്ലാ ക്ലബ്ബുകളെക്കാളും മുൻപന്തിയിലുള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നതാണ് മറ്റൊരു വാസ്തവം. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് FCയേക്കാൾ ആരാധകർ കുറവുള്ള മറ്റു പല ക്ലബ്ബുകളും ഇതിനോടകം ISL അടക്കമുള്ള ദേശീയ ട്രോഫികളിൽ ചുംബിക്കുകയും ചെയ്തു. 2024-25 ISL പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC. സ്വീഡിഷ് മാനേജറായ മൈക്കിൾ സ്റ്റാറയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ പരിശീലകൻ. 2024 ഡ്യൂറന്റ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിരുന്നു മഞ്ഞപ്പട. ആദ്യ കിരീടം ലക്ഷ്യം വെച്ച് 2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിന് തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഇതുവരെയുള്ള 5 ഫാൻ ഫേവറേറ്റ് വിദേശ നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിലവിൽ കളിക്കുന്ന ഉറുഗ്വൻ താരം അഡ്രിയാൻ ലൂണ ക്ലബിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വിദേശ താരങ്ങളിൽ ഒരാളാണ്. 2014 പിറവിയെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC ജേഴ്സിയിലെത്തിയ ഏറ്റവും മികച്ച പ്ലേ മേക്കർ കൂടിയാണ് അഡ്രിയാൻ ലൂണ. ഗോൾ ഒരുക്കാനും അവശ്യ സമയത്ത് ഗോൾ നേടാനും അഡ്രിയാൻ ലൂണ മിടുക്കനാണെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞതാണ്. 2021-22 സീസണിലാണ് ഈ ഉറുഗ്വൻ താരം ക്ലബിലെത്തിയത്. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി ആകെ 61 മത്സരങ്ങൾ അഡ്രിയാൻ ലൂണ കളിച്ചു. ഇതിൽ 15 ഗോളുകൾ സ്വന്തമാക്കിയപ്പോൾ 20 ഗോളിന് അദ്ദേഹം അസിസ്റ്റ് നടത്തി. 2024-25 സീസണിലും അഡ്രിയാൻ ലൂണയുടെ പ്രകടനം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ കന്നി കിരീടത്തിലെത്തിക്കാൻ അഡ്രിയാൻ ലൂണയ്ക്ക് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു കാനഡയിൽ നിന്നെത്തിയ ഇയാൻ ഹ്യൂം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഹ്യൂമേട്ടൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഇയാൻ ഹ്യൂം 2014 ടീം ഫൈനലിൽ എത്തുന്നതിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ചു. 2014 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 15 മത്സരങ്ങളിൽ 5 ഗോളുകളാണ് താരം സ്വന്തമാക്കിയത്. തുടർന്ന് 2017-18 സീസണിലും കൊച്ചി ക്ലബിനായി ഇയാൻ ഹ്യൂം ജേഴ്സി അണിഞ്ഞു. രണ്ടാം തവണ 13 മത്സരങ്ങളിൽ 5 ഗോളുകൾ അദ്ദേഹം മഞ്ഞപ്പടയ്ക്കായി സ്വന്തമാക്കി. കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി വിവിധ പോരാട്ടങ്ങളിലായി മൊത്തം 29 മത്സരങ്ങൾ കളിച്ച ഇയാൻ ഹ്യൂം 10 ഗോളിനൊപ്പം 3 ഗോളിന് അസിസ്റ്റും ചെയ്തു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, പൂനെ സിറ്റി FC ടീമുകൾക്കായും അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം: നൈജീരിയക്കാരനായ ബർത്തലോമിയോ ഒഗ്ബെച്ചെ. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് ഏറെ നാൾ ഒഗ്ബെച്ചയുടെ പേരിലായിരുന്നു. എന്നാൽ 2022-24 കാലഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന ഗ്രീക്ക് താരം ദിമിത്രിയോസ് ഡയാമാൻഡോക്കോസിന്റെ പേരിലാണ് പുതിയ റെക്കോർഡ്. എന്നാൽ ഒരു സീസണിൽ നിന്നാണ് ഒഗ്ബെച്ചെ കേരള ബ്ലാസ്റ്റേഴ്സിനായി 15 ഗോൾ നേടിയത്, അതും വെറും 16 മത്സരങ്ങളിൽ നിന്ന്. ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ് ഇപ്പോഴും ഈ നൈജീരിയൻ താരത്തിന്റെ പേരിലാണ്. ബ്ലാസ്റ്റേഴ്സിന് ശേഷം മുംബൈ സിറ്റി FC, ഹൈദരാബാദ് FC ടീമുകൾക്കായും ഒഗ്ബെച്ചെ പന്ത് തട്ടി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൂടെയാണ് ഇന്ത്യൻ ക്ലബ് ഫുട്ബോളിലേക്ക് താരമെത്തിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2ാം സീസണിലാണ് ഹോസു ക്വരിയസ് പ്രീറ്റോ എന്ന സ്പാനിഷ് താരം ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. വളരെ വേഗം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഫേവറേറ്റ് താരങ്ങളിൽ ഒരാളായി മാറിയ ഹോസു സമൂഹ മാധ്യമങ്ങളുടെ ആരാധകരുമായി കൂടുതലെടുത്തു. കേരള ബ്ലാസ്റ്റേഴ്സിനായി 2 സീസണുകളിൽ കളിച്ച ഹോസു അന്ന് ടീമിനായി ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയ കളിക്കാരിൽ ഒരാളാണ്. ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയ 2016 സീസൺ ISLൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരം 2 സീസണുകളിലായി 25 മത്സരങ്ങൾ കളിച്ച് 1 ഗോളും 6 അസിസ്റ്റുകളും മഞ്ഞക്കുപ്പായത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 2016 ശേഷം പിന്നീട് ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വന്നിട്ടില്ലാത്ത ഹോസു ഇപ്പോൾ ക്ലബിനോടുള്ള സ്നേഹം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കളത്തിലെത്തിയ മറ്റൊരു സൂപ്പർ വിദേശ താരമായിരുന്നു നോർത്തേൺ അയർലൻഡ് കളിക്കാരനായ ആരോൺ ഹ്യൂസ്. സെന്റർ ബാക്ക് താരമായിരുന്ന ആരോൺ ഹ്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി 2016 സീസണിലാണ് കളത്തിലിറങ്ങിയത്. ആ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്രതിരോധത്തിന് കരുത്തേകിയത് ആരോൺ ഹ്യൂസ് ആയിരുന്നു. ടീം അംഗങ്ങളിൽ നിന്നും ആരാധകരിൽ നിന്നും വലിയ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റിയ താരമായിരുന്നു ആരോൺ ഹ്യൂസ് എന്നതും ശ്രദ്ധേയം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ 11 മത്സരങ്ങളാണ് ആരോൺ ഹ്യൂസ് കളിച്ചത്. ഇതിൽ 1 ഗോൾ സ്വന്തമാക്കുകയും ചെയ്തു.